എൻ്റെ പ്രിയരെ, കർത്താവ് നിങ്ങളുടെ പാതയെ നീതിമാന്റെ പാതയാക്കി നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ പോവുകയാണ്. അവിടുന്ന് നിങ്ങളെ മാനിക്കാൻ പോകുന്നു. നീതിമാന്റെ പാത, നിങ്ങളുടെ പാത ഇപ്പോൾ എങ്ങനെയുള്ളതാണ്? അദ്ദേഹം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പാതയിലൂടെ അവിടുന്ന് നിങ്ങളെ നയിക്കും. നീതിമാന്റെ പാത ഉച്ചസമയത്തെ സൂര്യപ്രകാശം പോലെ കൂടുതൽ കൂടുതൽ പ്രകാശിക്കുമത്രേ. നിങ്ങളുടെ പാത അങ്ങനെ മാറും. ഇന്ന് നിങ്ങളുടെ പാത ഇരുട്ട് നിറഞ്ഞതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? കയ്പ് നിറഞ്ഞതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഭയം നിറഞ്ഞതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നഷ്ടങ്ങൾ നിറഞ്ഞതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? മോഷ്ടാക്കളാൽ നിറഞ്ഞതാണല്ലോ ഇത്. വഞ്ചകരുടെ പാതയാണല്ലോ ഇത്. പിശാച് അലട്ടുന്ന പാതയാണല്ലോ ഇത്. ഒരു വഴിയുമില്ലാതെ ഇരിക്കുകയാണല്ലോ എന്ന് വിഷമിക്കുകയാണോ? കർത്താവ് നിങ്ങൾക്ക് ഉച്ചസമയത്തെ പോലെ കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്ന പാത ഒരുക്കുന്നു. അതാണ് നീതിമാന്റെ പാത. ഇന്ന് അതിനായി കർത്താവിനെ സ്തുതിക്കൂ. അത് വാങ്ങിക്കോളൂ. യേശുവിൻ്റെ നാമത്തിൽ നന്ദി യേശുവേ. കർത്താവ് നിങ്ങൾക്കൊരു വഴി തുറക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി നിന്റെ വളഞ്ഞ വഴികളെല്ലാം നേരെയാക്കും. മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങൾ ഞാൻ നിനക്ക് നൽകും. ഇരുട്ടിലുള്ള സമ്പത്ത് ഞാൻ നിനക്ക് നൽകും. എല്ലാം ഇരുട്ടിലാണ് ഇരിക്കുന്നത്. പക്ഷേ അവിടെ പോയി സമ്പത്തും നിക്ഷേപവും നേടാനായി ഞാൻ പാതയൊരുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ വഴി തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കായി അത് തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് ആ പാത തുറക്കപ്പെടുന്നത്? പാപമോചനം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഉച്ചസമയത്തെ പോലെ പ്രകാശിക്കുന്ന, കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്ന പാത തുറക്കപ്പെടുന്നു. നീതിമാന്റെ പാത. ലൂക്ക 23:44 വായിച്ചു നോക്കൂ. യേശു കുരിശിൽ തൂങ്ങുമ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. കാരണം സകല മനുഷ്യരുടെയും പാപങ്ങൾ അവിടുത്തെ മേൽ ചുമത്തപ്പെട്ടു. ഭയങ്കരമായ ഇരുളടഞ്ഞ പാത. ഇന്നും പാപം കാരണം എൻ പാതകളെല്ലാം ഇരുട്ടിലാണല്ലോ. ദൈവത്തിൻ്റെ അടുത്തേക്കും മനുഷ്യരുടെ അടുത്തേക്കും പോകാൻ കഴിയുന്നില്ല. ശാപം എന്നെ പിന്തുടരുന്നു. കുറ്റബോധം എന്നെ കൊല്ലുന്നു എന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ആ ഇരുട്ട് ഇന്ന് നീങ്ങും. യേശു ആ പാതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പാപത്തിൻ്റെ ഇരുളിനെ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ ചുമന്നു, ആത്മാവിൽ വഹിച്ചു. അവിടുന്ന് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അവിടുന്ന് വെളിച്ചം നിറഞ്ഞവനാണ്, നീതി നിറഞ്ഞവനാണ്. നീതി നിമിത്തം അവിടുത്തെ ആത്മാവും ശരീരവും മുഴുവൻ വെളിച്ചത്താൽ നിറഞ്ഞിരുന്നു. അതിനാൽ ആ ഇരുളിനെ അവിടുന്ന് അതിജീവിച്ചു. ഇന്നും യേശുവിനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം പ്രാപിക്കും. ആ പാപത്തിൻ്റെ ഇരുളിനെ നീക്കുന്ന ജീവന്റെ വെളിച്ചമായി അവിടുന്ന് ഇരിക്കുന്നു. ഇന്നും അതുനിമിത്തം നമ്മുടെ പാത വിശുദ്ധിയാലും നീതിയാലും നിറഞ്ഞ് യേശുവിനെ പോലെ ജീവിച്ച് ഉച്ചവെയിൽ പോലെ കുറ്റമില്ലാത്ത ജീവിതം നയിക്കാൻ കർത്താവ് ഇടയാക്കുന്നു. ഇന്ന് ആ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകട്ടെ. അത് സ്വീകരിക്കുക. അതിനായി വാഞ്ചിക്കുക. രണ്ടാമതായി, സൗഖ്യവും ആരോഗ്യവും ഉച്ചവെയിൽ പോലെ നമ്മുടെ മേൽ അവിടുന്ന് അയക്കുന്നു. മൽക്യ 4:2 പ്രകാരം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ ഉദിക്കും. അതിൻ്റെ ചിറകിൻ കീഴിൽ സൗഖ്യമുണ്ടാകും. നിങ്ങൾ പുറത്തുപോയി കൊഴുത്ത കാളക്കുട്ടികളെ പോലെ വളരും. നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടികളെ പോലെയാകും. രോഗത്തിൻ്റെ ലക്ഷണങ്ങളെയും തീവ്രതയെയും ഇരുളിനെയും യേശുവിലുള്ള സൗഖ്യദായകമായ ശക്തിയുടെ ജീവനാലുണ്ടാകുന്ന വെളിച്ചവും പ്രകാശവും നശിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാ ഇരുളും, എല്ലാ ക്യാൻസർ കോശങ്ങളും ചത്തുപോകട്ടെ. നിങ്ങളുടെ ശരീരം സൗഖ്യം പ്രാപിക്കട്ടെ. തിലകവതി, കർത്താവ് നിങ്ങളുടെ തലയിൽ തൊടുന്നു. യേശുവിൻ്റെ ശക്തി ഇറങ്ങുന്നു. നിങ്ങളുടെ തലയ്ക്കുള്ളിലെ രോഗമെല്ലാം മാറുന്നു. സൗഖ്യമായി. ഹീൽ മാസ്റ്റർ, ഹീൽ ചെയ്യൂ. മുത്തുലക്ഷ്മി, മുഖത്തുള്ള പാടുകളെല്ലാം മാറുന്നു. ക്രിസ്തുവിൻ്റെ ജീവൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ശരീരത്തെ കർത്താവ് ബലത്താൽ നിറയ്ക്കുന്നു. വേദനയെല്ലാം മാറുന്നു. ബലഹീനത മാറുന്നു. ആരോഗ്യമുണ്ടാകുന്നു.
ചർമ്മത്തിൽ ജീവൻ ഇറങ്ങുന്നു, സമ്പൂർണതയാൽ നിറയ്ക്കുകയാണ്. എല്ലാ കുറവുകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറുന്നു. നന്ദി യേശുവേ, കുറവുകളെല്ലാം മാറുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി പരിശുദ്ധാത്മാവേ, യേശുവേ. രക്തരോഗത്താലും രക്തക്കുറവിനാലും കഷ്ടപ്പെടുന്ന ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുന്നു. കഠിനമായ തലവേദനയാൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും യേശു സൗഖ്യമാക്കുന്നു. ആ ഇരുളെല്ലാം നീങ്ങുന്നു. പിതാവേ, മരണാസന്നരായ ഓരോരുത്തരെയും ഇപ്പോൾ അങ്ങയുടെ ജീവനാൽ നിറയ്ക്കണമേ നാഥ, നിറയ്ക്കണമേ. യേശുവേ, അവരെ ജീവിപ്പിക്കണമേ, അവരെ ജീവിപ്പിക്കണമേ. ബലമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, ജീവനോടെ തിരിച്ചു വരട്ടെ, വെളിച്ചം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ടെലിഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഒരാൾ കാത്തിരിക്കും. നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കുമ്പോൾ ആ ടെലിഫോൺ നമ്പറിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആ അനുഗ്രഹം തുടർന്നും പ്രാപിക്കും, അനുഭവിക്കും. യേശു നിങ്ങളെ സേവനത്തിന് വിളിക്കുന്നു. ചേരുകയും മറ്റുള്ളവരോടും പറയുകയും ചെയ്യൂ. ഭാഗ്യം ലഭിക്കട്ടെ. അവസാനമായി, ശത്രുക്കളാൽ വരുന്ന ഇരുട്ടിനെ കർത്താവ് നീക്കുന്നു. യോശുവ 10:12 വായിച്ചു നോക്കൂ. അമോര്യരെ ഇസ്രായേലാക്കളുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത ആ ദിവസം യോശുവ ഇസ്രായേലിൻ്റെ കൺമുമ്പിൽ വെച്ച് കർത്താവിനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഇരുട്ടു വരുന്നു. എൻ്റെ ശത്രുക്കളും വൈരികളും എതിരാളികളുമെല്ലാം എനിക്കെതിരെ പോരാടുന്നു, ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദയവായി സൂര്യനെ നിശ്ചലമാക്കി നിർത്തൂ. ഗിബെയോന് മുകളിൽ അത് നിൽക്കട്ടെ. ചന്ദ്രനെ നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കൂ. ഇരുണ്ടു വരരുത്. വെളിച്ചമുണ്ടാകാൻ അവൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് എല്ലാ ശത്രുക്കളെയും അവർ നശിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ സംഭവിക്കും. കർത്താവിൻ്റെ വെളിച്ചം ഇറങ്ങി വരും. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശത്രുക്കളും പിശാചിൻ്റെ പോരാട്ടങ്ങളും നഷ്ടത്തിൻ്റെയും ബലഹീനതയുടെയും ആത്മാക്കളും നീങ്ങിപ്പോകും. കർത്താവ് നിങ്ങളെ മോചിപ്പിക്കുന്നു. വെളിച്ചം നൽകി യേശുവേ, അതുപോലെ ചെയ്യണമേ. എല്ലാം വെളിച്ചമായി മാറട്ടെ, എല്ലാം വെളിച്ചമായി മാറട്ടെ. ഇല്ലാത്തവ ഉള്ളവയായി മാറട്ടെ, ആവശ്യമായവ വരട്ടെ. ഭാഗ്യം വരട്ടെ, സമൃദ്ധിയുണ്ടാകട്ടെ, പഠനത്തിൽ ഉയർച്ച വരട്ടെ, ഏകാഗ്രത വരട്ടെ. പിതാവേ, എല്ലാ ഉൽപ്പന്നങ്ങളെയും പദ്ധതികളെയും അനുഗ്രഹിച്ച് അത് സഫലമാക്കണമേ. നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പണം കൈകളിൽ വരട്ടെ, വീട് പണിയപ്പെടട്ടെ, ആനന്ദ തൈലത്താൽ നിറയ്ക്കൂ. എല്ലാം ആശ്വാസമായിരിക്കട്ടെ. അനുഗ്രഹിച്ചു സ്വാമി. ഈ അനുഗ്രഹം അവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഉറപ്പിച്ചതിനായി നന്ദി. ആമേൻ. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു നൽകുന്നു. അത് സ്വന്തമാക്കൂ. ഇരുണ്ടത് മാറട്ടെ. ജീവിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു യുവ പങ്കാളി പദ്ധതി. അതായത് ജനിച്ച നാൾ മുതൽ 21 വയസ്സുവരെ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം. കുട്ടികളെ ചേർക്കാം. അവരുടെ പഠനവും ജീവിതത്തിനായുള്ള അനുഗ്രഹവും അവരുടെ മേൽ ഇറങ്ങാനായി എല്ലാ ദിവസവും പ്രാർത്ഥനാ ഗോപുരത്തിൽ അവരുടെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതേസമയം അവർ നൽകുന്ന കാണിക്കയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുനീർ ജീസസ് കോൾസ് ശുശ്രൂഷയിലൂടെ സൗജന്യമായി സേവനം ചെയ്ത് നാം തുടച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിൽ ഏകദേശം 10 ലക്ഷം ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീസസ് കോൾസ് ശുശ്രൂഷയിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നു. വിവിധ രീതികളിൽ ഞങ്ങൾ സൗജന്യമായി സേവനം ചെയ്യുന്നു. എഴുത്തുകാരെ നോക്കുന്നു. പാവപ്പെട്ട ശുശ്രൂഷകരെയും ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഇതിനെല്ലാം സഹായിക്കുന്നത് നിങ്ങളുടെ സ്തോത്ര കാഴ്ചകളാണ്. അത് ചെറുപ്പം മുതലേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനാണ് യങ് പാർട്ട്നേഴ്സ് പ്ലാൻ. കർത്താവ് ഒരു ബാലനെയും 5 അപ്പത്തെയും കൊണ്ട് എത്ര 1000 പേരെയാണ് പോഷിപ്പിച്ചത്. അതുപോലെ നിങ്ങളുടെ മക്കളെയും കർത്താവ് വിളിക്കുകയാണ്. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ നൽകുന്ന സ്തോത്ര കാഴ്ചയിലൂടെ യങ് പാർട്ട്നേഴ്സ് പ്ലാനിലൂടെ എത്ര ലക്ഷം ആളുകൾക്കാണ് കർത്താവ് ആ സ്തോത്ര കാഴ്ച വർദ്ധിപ്പിച്ച് അനുഗ്രഹം നൽകുന്നത്. അതേ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കും. 12 കൊട്ടകൾ നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കാൻ അവിടുന്ന് ഇടയാക്കും.
അത്ര വലിയ അനുഗ്രഹം വെറുമൊരു കൊട്ടയല്ല. അനുഗ്രഹത്താൽ നിറഞ്ഞ കൊട്ടകൾ പൂർണ്ണമായ ഫലം നിങ്ങൾ പ്രാപിക്കട്ടെ. ഇന്ന് തന്നെ ചേരുക. അതോടൊപ്പം യങ് പാർട്ട്ണറായിട്ടുള്ളവർ ഒരു തവണ സ്തോത്ര കാഴ്ച നൽകി ചേരുന്നത് മാത്രമല്ല, ഓരോ മാസവും ഇത്രയും ലക്ഷം ആളുകൾക്ക് നിങ്ങൾ അനുഗ്രഹമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് കർത്താവിനായി നൽകുക. കർത്താവ് അത് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വർധനവ് നൽകും. പൂർണ്ണമായ ഫലം അവിടുന്ന് നൽകും. അവർക്ക് പറഞ്ഞു കൊടുക്കൂ, നീ എൻ്റെ പങ്കാളിയാണ് മോളെ, നീ ഒരു യങ് പാർട്ട്ണറാണ് മോളെ, നിനക്ക് ഈ അനുഗ്രഹം കർത്താവ് നൽകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനാ ഗോപുരത്തിൽ പ്രാർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അവരെ ഇതിൽ ചേർക്കുക. അവർക്ക് പ്രോമിസ് വേഴ്സ് അയച്ചു കൊടുക്കും. അവർക്കായി ജന്മദിനത്തിൽ പ്രാർത്ഥിക്കാം. എത്ര വലിയ അനുഗ്രഹം! നിങ്ങളുടെ മക്കളെയും കർത്താവിനോട് ചേർത്ത് സേവനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. യങ് പാർട്ട്നേഴ്സ് പ്ലാനിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനാ ഗോപുരത്തിൽ വരാം. നിങ്ങളുടെ മക്കൾക്ക് കീബോർഡ് വായിക്കാം. സാക്ഷ്യം പറയാം. ഭാഗ്യം കിട്ടും. ഇത് നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ സേവനം നിറഞ്ഞ ഇടം. ജീസസ് കോൾസ്. സേവനത്തിലൂടെ അനുഗ്രഹീതരാകൂ. ഞങ്ങളോടൊപ്പം ചേർന്ന് സേവനം ചെയ്യൂ. നിങ്ങളുടെ കുട്ടികളെയും കൂട്ടിക്കൊള്ളൂ. My precious friend, on August 15th, the Independence Day of our beloved land, we're going to pray as a family for you to receive miracles. This is going to come to you in English and Hindi. August 15th, 11 o'clock in the morning. It's a Saturday. Father, heal Aaron, Lord. Sunita Sahani, deaths, Sakun, Mercy, business growth, Saroj, wisdom, Sarla Manoj, family protection. Madhumita, wedding, Lord, let it happen. Rekha, work spot problem like this. There are several of your prayer requests. Lord, we pray that you will answer all these requests. And also when it comes live to you, you can post your prayer requests online and we'll be praying, God willing, for your request online as the prayer goes on. So do not forget to watch, inform all your friends and let them all join and get blessed. August 15th, 11 o'clock in the morning. It's a Saturday. Save the date in your calendar. Join the lakhs of people as the Dinakarans pray for you on the Jesus Calls YouTube channel.